ഹലോ കൂട്ടുകാരെ, ഒട്ടും എണ്ണ ചേർക്കാതെയും ഉള്ളി വഴറ്റാതെയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അത് നാടൻ സ്റ്റൈലിൽ. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാൻ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചിക്കൻ കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായിട്ട് നമ്മുടെ കറിക്കട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒരു 2 സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തക്കാളിയും കുനുകുനാന്നരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അതും കൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഓപ്ഷണലാണിത്, വേറെ ഒന്നും വേണ്ട, ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പിശഞ്ഞെടുക്കണം കേട്ടോ. പിശഞ്ഞെടുക്കാന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കണം. നിങ്ങൾ കൈകൊണ്ട് ഞെരടിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത്. കൈകൊണ്ട് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ കുക്കറിൽ തന്നെ ഇട്ട് ഇതാക്കണമെന്നില്ല, വേറൊരു പാത്രത്തിൽ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിനകത്തിട്ട് ഇട്ടാലും മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരും, പക്ഷേ എന്നാലും ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. കരിഞ്ഞൊന്നും പോകത്തില്ല, എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചാറാണെങ്കിലും നമുക്ക് പിന്നെ ആണെങ്കിലും പറ്റിച്ചെടുക്കാമല്ലോ. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ റെഡിയാകും. പിന്നെ ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വിസിലടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ കറക്റ്റായിട്ട് റെഡിയാവും. അപ്പോൾ ഞാൻ കുക്കറിൽ നല്ലപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. ചാറ് ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക്. അപ്പോൾ ലാസ്റ്റിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം എന്തെങ്കിലും സിമ്പിളല്ലേ തയ്യാറാക്കാൻ, എളുപ്പം തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.